എടാ ഏത് നോട്ട് ബുക്കിനാണ് 5 ഫ്രീ? ഏതാണ്? ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സ്കൂളൊക്കെ തുറക്കാനായില്ലേ, ഒരുപാട് സാധനങ്ങൾ വാങ്ങണ്ടേ. അങ്ങനെ ഞങ്ങൾ കുട്ടികൾക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാനാണ് പോകുന്നത് നമ്മളടുത്തുള്ള ഷോപ്പിലേക്ക്. കട്ടറാട്ടോ, അതിൽ 5 രൂപ. ഈ വാട്ടർ ബോട്ടിലിന് 350 രൂപയാണ്. 3 പീസ് ഉണ്ട് കേട്ടോ. അതിൽ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതാട്ടോ 3 അതിൻ്റെ ഉള്ളിലെ. അവിടെ എത്തിയപ്പോഴാണ് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷന്. അങ്ങനെ ആദ്യം കുറേ പ്രാവശ്യം അതെല്ലാം നോക്കി എന്നിട്ടാണ് കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ പർച്ചേസിങ് ആരംഭിച്ചത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബും ചെയ്യണേ. ഇത് നമ്മൾ ചെറിയൊരു പർച്ചേസിങ് ആണ്. അപ്പം അല്ലുവിന് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. അല്ലു ബോക്സ് എടുക്കും, കുറേ കഴിഞ്ഞിട്ട് അതേമാതിരി ലഞ്ച് ബോക്സ് കുറേ എടുക്കും. അപ്പോൾ ലഞ്ച് ബോക്സിൻ്റെ ആവശ്യം എനിക്കില്ല, അവന് സ്കൂളിൽ നിന്നാണ് ഫുഡ് വാങ്ങിക്കാറുള്ളത്. ഞാൻ പറഞ്ഞ് പ്ലേറ്റ് വാങ്ങാം, അല്ലാതെ വാങ്ങില്ല. അപ്പോൾ ബോക്സിൻ്റെ ഐറ്റംസിൻ്റെ അടുത്തിയപ്പം ഓനക്ക് അവസരം കൊടുത്ത് നോക്കിക്കോന്നില്ല. കാരണം ഞാൻ ഏത് കാണിച്ചിട്ടാലും എനിക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഓൻ തന്നെ തിരഞ്ഞെടുത്തോട്ടെ എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതിന് ഓൻ പല തിരഞ്ഞെടുക്കുന്നുണ്ട്. തിരഞ്ഞൊടുവിൽ ഏതായാലും ഒന്ന് ഫിക്സ് ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വാട്ടർ ബോട്ടിലിൻ്റെ ആ ഭാഗത്തേക്ക് പോയി. പക്ഷേ വാട്ടർ ബോട്ടിലൊക്കെ അവിടെ തീർന്നിട്ടുണ്ട്, സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ വലിയ വലിയ ബോട്ടിൽസ്, അതിൻ്റെ ആവശ്യം എനിക്കില്ല. ഓൻ ചെറിയത് മതി. ഓന് അതിനെല്ലാം വെള്ളം കൊണ്ടുപോയത് തന്നെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരും സ്കൂളിൽ നിന്ന്. അതാണ് അവസ്ഥ. പിന്നെ കുറേ അച്ചുവിന് പെന്ന് വേണമെന്ന് പറയുമ്പോൾ പെന്നൊക്കെ എടുത്ത്, പെന്നിൽ അതിന് കുറവാണ്. ഇതേമാതിരി സ്റ്റോക്ക് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഞങ്ങൾ ഒന്ന് ഇഷ്ടപ്പെട്ടൊന്ന് എടുത്തിട്ടുണ്ട്. ഒരു ബോക്സ് അടുത്തത്, അത് 50 രൂപ 60 രൂപയൊക്കെ വരുന്നുള്ളൂ. പിന്നെ ബാഗ് ഐറ്റംസൊക്കെ കാണാൻ നല്ല ക്വാളിറ്റിയിലെ ഐറ്റംസാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മളിവിടുത്തെ ചെക്കന്മാരൊക്കെ നമ്മൾ നന്നായിട്ട് അറിയിട്ടോ. അപ്പോൾ അവർ കണ്ടപ്പോൾ യൂട്യൂബ് താത്ത വന്നിരിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ചിരിക്കുകയാണ്. അങ്ങനെ ബാഗ് ഞങ്ങൾ നോക്കിയിട്ടുള്ളൂ, വാങ്ങിച്ചിട്ടില്ല. കാരണം അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയ ബാഗ് തന്നെ ഉണ്ട്, അത് വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചൊക്കെയാണ്. ഇതൊരു കൗതുകമായിട്ട് തോന്നിയൊരു കാര്യം കേട്ടോ. അത് ഞാൻ വേഗം ചെന്ന് നോക്കി ചെരുപ്പ് എടുക്കാൻ പോയപ്പോഴാണ് ഈ ചെരുപ്പ് കണ്ടത്. ഒരു വ്യത്യസ്തമായിട്ടുള്ള ചെരുപ്പാണ് അല്ലേ? നിങ്ങൾ കണ്ടിരിക്കണം എനിക്കറിയില്ല കേട്ടോ, ഞാൻ ആദ്യമായിട്ട്. നമ്മളിവിടെ വന്നപ്പോഴേ ഒരു വ്യത്യസ്തമായ ചെരുപ്പ് കണ്ടതാണ്. നമ്മൾ ചവിട്ടിയൊക്കെ ഇങ്ങാണ്ടല്ലേ യൂസ് ചെയ്യല്, അപ്പോൾ ചെരുപ്പായി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന വാട്ടർ ബോട്ടിലിന് 6 200 രൂപ വരുന്നത്. 2-3 കുടുംബമൊക്കെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് വാങ്ങിക്കുക. പക്ഷേ കുറച്ച് വലിയ ബോട്ടിലാട്ടോ, അത് വലിയ ആൾക്കാർക്കൊക്കെ പറ്റിയ സൈസാണ്. അതേമാതിരി ഇതും അതേമാതിരി തന്നെയാണ്. പിന്നെ എത്ര 120 രൂപ വരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ അല്ലുവിന് ചെറിയ കുട്ടാനെ കൊണ്ടുപോകാൻ പറ്റിയ പാത്രം എടുക്കാൻ വേണ്ടി അകത്തേക്ക് പോയി. അപ്പോൾ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിൽ അങ്ങനെ പോവുകയാണ്. കാണുന്നതൊക്കെ നോക്കുന്നുണ്ട്. നമ്മളങ്ങനെയാണല്ലോ, ചെല്ലണ കാര്യമല്ല നോക്കുക, വേറെ എന്തെങ്കിലും കാര്യം കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറ്. അങ്ങനെ ഞാനെല്ലാം നോക്കുന്നുണ്ട്, മുണ്ടെടുക്കുന്നുണ്ട്, പിന്നെ എന്തൊക്കെ എടുക്കണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഏതായാലും ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇത് സ്കൂളിൽ നിന്ന് ചോറ് തിന്നാനാണ് മാറാണ്ട് ഒരു പ്ലേറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതേമാതിരി ചെറിയൊരു കപ്പ് പാലുടിക്കാനാണ്, അതും വാങ്ങിയിട്ട്. അപ്പോൾ എന്ത് സാധനം എടുത്താലും അല്ലുവിന് എന്തെടുത്താലും അച്ഛൻ മീനുട്ടിക്ക് അത് വേണം. അച്ഛനെ കൊണ്ട് അത്ര കുഴപ്പമില്ല. അപ്പോൾ ഏതായാലും മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ട്രൗസറും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ പോകുന്നു. ഞങ്ങൾ കുട വാങ്ങിയിട്ടില്ല, കുട മറന്നതിൽ കുടേൻ്റെ സെക്ഷനിൽ പോയി കുടകൾ നോക്കുകയാണ്. അപ്പം അല്ലുവിന് അംബ്രല്ല കുട തന്നെ വേണം, ജോൺസൻ്റെ കുട തന്നെ വേണം എന്ന് പറഞ്ഞാൽ കരിയാണ്. അപ്പോഴാണ് മീനുട്ടിക്ക് ട്രൗസർ എടുത്തില്ല. വീണ്ടും ഞങ്ങൾ അങ്ങോട്ട് വന്ന് മീനുട്ടിക്കുള്ള ട്രൗസറൊക്കെ എടുത്ത് ഞങ്ങൾ എല്ലാം അവിടെ നിന്ന് നീങ്ങി. അല്ലെങ്കിൽ അവിടെ നഞ്ഞ് കുറേ സാധനങ്ങൾ വാങ്ങേണ്ടി വരും. കുട്ടികളെയും കൊണ്ടല്ലേ പോയിക്കണം, ഓൽക്ക് എന്ത് കണ്ടാലും ആവശ്യക്കാരം. ഈ ഐറ്റംസിന് അതേമാതിരി 10, 20, 30 അങ്ങനെയൊക്കെ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ വാരിക്കോരി എടുക്കുന്നത്. ഏതായാലും അല്ലുവിൻ്റെ ജോൺസൻ്റെ കുട കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവന് തുറന്ന് സന്തോഷത്തോടെ കൂടി നിൽക്കുകയാണ്. അപ്പോൾ മീനുട്ടിക്കും അതേമാതിരി വേണമെന്ന് പറഞ്ഞ് മീനുട്ടിക്കും ഒരു ചെറിയൊരു കുഞ്ഞിക്കുട കിട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെടണം എന്നല്ല, ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.